വെൽക്കം ബാക്ക് ഡിജിറ്റൽ ഓൺലൈൻ മണി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അടിപൊളിയായിട്ട് നമുക്ക് ആർട്ടിക്കിൾ എഴുതിക്കൊണ്ട് ഓൺലൈനിൽ നിന്നുകൊണ്ട് നമുക്ക് മൊബൈലിലും ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് സിമ്പിളായി ആർട്ടിക്കിൾ എഴുതിക്കൊണ്ട് ഡെയിലി ഒരു $50 അല്ലെങ്കിൽ ഒരു $150 വരെയൊക്കെ നമുക്ക് സമ്പാദിക്കാൻ പറ്റിയ അടിപൊളി ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഗെയ്സ് നമുക്കറിയാം, ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ അതിന് പ്രധാനമായിട്ടും 5 കണ്ടീഷൻസ് ആണുള്ളത്. അത് ഏതൊക്കെയെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയ്സ്, ഇത്തരം വീഡിയോസ് ഓൺലൈനിലൂടെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വീഡിയോസുകൾ, വർക്ക് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഒഴിവ് സമയത്ത് ചെയ്യാൻ പറ്റിയത്, നമ്മുടെ ഓഫീസിലിരുന്നു കൊണ്ട്, അതുപോലെ തന്നെ ഡാറ്റ എൻട്രി, ടൈപ്പിംഗ് ജോബ്, ഓൺലൈൻ സെയില്, അതുപോലെ തന്നെ ട്രേഡിങ്, ഗൾഫ് ജോബുകളൊക്കെ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൻ ഓൺ ആക്കിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഗെയ്സ്. അപ്പോൾ ഗെയ്സ്, പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് നമ്മൾ ആർട്ടിക്കിൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. $100 തൊട്ട് $150 വരെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് സമ്പാദിക്കാം. അപ്പോൾ ഗെയ്സ്, ഏതാണ് വെബ്സൈറ്റ്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആർട്ടിക്കിൾ എഴുതേണ്ടത്, എന്താണ് 5 കണ്ടീഷൻസ്, എത്രയാണ് നമുക്ക് ഒരു ദിവസം സമ്പാദിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഗൈസ്, അധികം താമസിയാതെ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, എല്ലാവരും ആർട്ടിക്കിൾ എഴുതാൻ റെഡിയല്ലേ? അപ്പോൾ ആർട്ടിക്കിൾ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് ഒരു 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് ആണ് ഇനി പറയാൻ പോകുന്നത്. സ്റ്റെപ്പ് നമ്പർ 1, സെലക്ട് എ ടോപ്പിക് ആൻഡ് സ്റ്റാർട്ട് റൈറ്റിംഗ്. അതായത് നമ്മളൊരു ടോപ്പിക്ക്, ഒരു വിഷയം നമ്മൾ സെലക്ട് ചെയ്യണം, എന്നിട്ട് ആ വിഷയത്തിനെ കുറിച്ച് മാത്രം നമ്മൾ എഴുതുക. ഓക്കെ, ഉദാഹരണത്തിന് നമ്മളൊരു ഒരു കൊമേഡിയൻ ആയിട്ട് നമ്മളൊരു ആർട്ടിക്കിൾ എഴുതുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ കൊമേഡിയൻ ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ഇതിൽ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യണത്. ആളുകൾക്ക് നല്ല വായിക്കുമ്പോൾ തന്നെ നല്ല ഇമ്പ്രഷനായിട്ട് വായിക്കുമ്പോൾ തന്നെ നല്ല രീതിയിലാണെങ്കിൽ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും, നമുക്ക് ഏണിങ് തുടങ്ങാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് നമ്പർ 2, ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മുടെ കഥ വായിക്കണ ആളുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അവരെ, നമ്മുടെ സബ്സ്ക്രൈബ്സിന് നമ്മൾ എന്ത് ചെയ്യണം, ഓഡിയൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു വിഷയമായി നമ്മൾ തുടരണം. ഇപ്പോൾ നമ്മളെ ആർട്ടിക്കിൾ ആളുകൾക്ക് വായിക്കാൻ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുള്ളൂ. ഇനി അടുത്തത് സ്റ്റെപ്പ് നമ്പർ 3, റിസർച്ച് ഫാക്ട് ദാറ്റ് റീൻഫോഴ്സ് യുവർ സ്റ്റോറി. അതായത് നിങ്ങളുടെ കഥ അല്ലെങ്കിൽ ആർട്ടിക്കിൾ അതിനെ ശക്തമാക്കുന്ന ഫാക്ട് റിസർച്ച് ചെയ്യും. റിസർച്ച് ചെയ്തിട്ട് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ഇംപ്രഷൻ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ നിങ്ങൾ എഴുതി തുടങ്ങുക, അല്ലെങ്കിൽ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഡ്രാമ ഒക്കെ നിങ്ങൾക്ക് എഴുതി തുടങ്ങാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട ഡാറ്റകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡാറ്റകളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക. എങ്ങനെയൊക്കെയാണ് ഇംപ്രഷൻ ആക്കുന്ന രീതിയിൽ നമുക്ക് ആർട്ടിക്കിൾ എഴുതാൻ പറ്റുന്നില്ല, ഡാറ്റകളൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് അതിനു വേണ്ടി നിങ്ങളുടെ ആ വിഷയത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക. ഇനി സ്റ്റെപ്പ് നമ്പർ 4, കം അപ്പ് വിത്ത് ആൻ ഔട്ട്ലൈൻ ഓഫ് യുവർ ആർട്ടിക്കിൾ. അതായത് നിങ്ങൾ എഴുതുന്ന ആർട്ടിക്കിൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ സ്റ്റോറി ഉണ്ടല്ലോ, അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഔട്ട്ലൈന് തയ്യാറാക്കണം. ആദ്യം ഒരു ഔട്ട്ലൈൻ, അതായത് അതിന് നല്ലൊരു ഇൻട്രൊഡ്യൂസിങ്, നല്ലൊരു അവതരണം വേണം. പിന്നെ മെയിൻ പോയിന്റുകൾ നിങ്ങൾ സ്കെച്ച് ചെയ്യണം. അതുപോലെ തന്നെ അതിനൊരു കോൺക്ലുഷൻ അതും വേണം. അപ്പോൾ ഗൈസ്, സ്റ്റെപ്പ് നമ്പർ 5, അവസാനത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. റൈറ്റ് എ റോച്ച് ഡ്രാഫ്റ്റ് ആൻഡ് പാരി ഡൗൺ യുവർ ഔട്ട്ലൈൻ. അതായത് നിങ്ങൾ എഴുതുന്ന കഥക്ക് ഒരു ടൈറ്റിൽ കൊടുക്കുക, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടൈറ്റിൽ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഔട്ട്ലൈൻ എന്ത് ചെയ്യുക, ചുരുക്കി കൊണ്ടുവരിക. ഓക്കെ, ടൈറ്റിൽ നോക്കുമ്പോൾ തന്നെ ആളുകൾക്ക് എന്ത് ചെയ്യണം, അത് വായിക്കാനുള്ളൊരു ഇംപ്രഷനായിട്ട് തോന്നണം. ഓക്കെ, എന്താണ് അതിൻ്റെ ആ ഉള്ളടക്കം, കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ആർട്ടിക്കിൾ ആയിരിക്കാൻ ശ്രമിക്കുക.
അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഏതാണ് ആ വെബ്സൈറ്റ്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, എങ്ങനെയാണ് അതിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പറയുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൺ ആക്കിടാനും മറക്കരുത്. അപ്പോൾ ഗൈസ് ഈ ഒരു ആർട്ടിക്കിൾ റൈറ്റിംഗ് ജോബിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് ക്രാക്ക്ഡ് എന്നാണ്. ഇത് ശരിക്കും ഒരു യൂറോപ്യൻ കമ്പനിയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം, എന്തെല്ലാം വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഇവിടെ ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾക്ക് വിഷയം സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറിയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രാമ അതുപോലത്തെ ജോക്കീസ് കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ആർട്ടിക്കിൾ തയ്യാറാക്കാം. അതുപോലെ തന്നെ മൂവി സീരീസുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി തുടങ്ങാം. ഇനി സയൻസ് ആൻഡ് ഹിസ്റ്ററികളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആർട്ടിക്കിൾ എഴുതാം. ഏതെങ്കിലും ഒരു വീഡിയോസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർട്ടിക്കിൾ എഴുതി തുടങ്ങാം. അതുപോലെ തന്നെ ന്യൂസ് ലെറ്റർ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആർട്ടിക്കിൾ എഴുതാവുന്നതാണ്. ഇനി സാമ്പിളായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഒരു ആർട്ടിക്കിൾ. ഇവിടെ നമുക്കൊരു വലിയൊരു ഹെഡിങ്ങോ കാണാം. ഇതുപോലത്തെ ഒരു ടൈറ്റിലൊക്കെ കൊടുത്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ആർട്ടിക്കിൾ എഴുതി തുടങ്ങുക. ആർട്ടിക്കിളിന് നല്ലൊരു തമ്പനയിൽ കൊടുക്കുക. ഇവിടെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ക്രിസ്മസിനെ കുറിച്ചൊക്കെ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കാണാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ മൈ അക്കൗണ്ട് എന്ന് കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ആർട്ടിക്കിൾ എഴുതി തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ഇതിൽ ആർട്ടിക്കിൾ എഴുതി തുടങ്ങാവുന്നതാണ്. ഗൈസ് ഇവിടെ മൂവികളെ കുറിച്ചൊക്കെ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കാണാൻ കഴിയും ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് ഓൾറെഡി ഇതിൽ ആർട്ടിക്കിൾ എഴുതിയത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ നല്ലൊരു ടോപ്പിക്ക്, നിങ്ങൾ ഹാസ്യപരമായിട്ടുള്ളൊരു ടോപ്പിക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ചാറ്റ് GPT വഴി നിങ്ങൾ ആർട്ടിക്കിൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ്, ചാറ്റ് GPT വഴി തയ്യാറാക്കുമ്പോൾ നിങ്ങൾ അതിന് റീ എഡിറ്റിങ് ചെയ്ത് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ അപ്ലോഡ് ചെയ്യാം. അതിൽ നിന്ന് നേരെ കോപ്പി ചെയ്തിട്ട് ഇതിൽ കൊടുത്ത് പേസ്റ്റ് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ അത് അവരുടെ അനലൈസിൽ അത് കണ്ടുപിടിച്ചിട്ട് അവരെന്ത് ചെയ്യും, നമ്മളെ റിജക്റ്റ് ആക്കി വിടും. അപ്പോൾ ഗൈസ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.